നൈറ്റ് ടൈം എല്ലാം കറണ്ട് പോകുമ്പോഴത്തേനും കുഞ്ഞ് നന്നായിട്ട് കരയും. ചൂട് കാരണം കുറച്ചും ടോളറേറ്റ് ചെയ്യത്തില്ല. ലോകമൊട്ടാകെ അത്യാവശ്യത്തിന് എല്ലാവരും ഉപയോഗിക്കത്തക്ക സാധനമല്ലേ ഇത്. നമ്മൾ പൈസ അടച്ചിട്ട് പിന്നെ കൊച്ചു പിള്ളേർ പഠിക്കുന്ന വീടുകളിലൊക്കെ അവർക്ക് ഇതിനു മുമ്പ് 10 കൊല്ലം ഭരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും. ബുദ്ധിമുട്ടാണ്. കാരണം ഞാനൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് റൺ ചെയ്യുന്ന ആളാണ്. മുന്നറിയിപ്പില്ലാതെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ യൂണിറ്റ് സ്റ്റോപ്പ് ആവും. നിങ്ങൾ പവർ കട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പവർ കട്ടല്ല, ഇന്ദിരാ കട്ട്. ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലാക്കിയിരിക്കുകയാണ് UDF സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ പരിഹാരം കാണാനാവാതെ ഇരുട്ടിൽ തപ്പുകയാണ് വൈദ്യുതി മന്ത്രിയും. ഈ പ്രതിസന്ധിയിൽ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കിയാലോ. പവർ കട്ട് ഇപ്പോൾ ഒരു 5-6 ദിവസം കൊണ്ടുണ്ട്. അതിന് സമയമൊന്നുമില്ല. 7:15 വയ്ക്കും, ചിലപ്പോൾ 8:15 വയ്ക്കും. അതുപോലെ രാത്രി വെളുപ്പാൻ കാലത്ത് ഒരു 4 മണിക്കും പോകുന്നുണ്ട്, 3 മണിക്കും പോകുന്നുണ്ട്. ഒന്നുമില്ല. 10 കൊല്ലത്തിന് മുമ്പ് ഇതിനു മുമ്പ് 10 കൊല്ലം ഭരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിലായിരുന്നു എല്ലാ കാര്യങ്ങളും. നമ്മളാണെങ്കിൽ അവിടെ ഉപയോഗിക്കത്തക്ക ഒന്നുമില്ല. ഒരു ചെറിയ TV മാത്രമേ ഉള്ളൂ. ഇസ്തിരിപ്പെട്ടി അങ്ങനെ ഒന്നും ഉപയോഗിക്കണതല്ല. ഈ പവർ കട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ബ്രിഡ്ജ് മാത്രം ഈ ഐസ് വെള്ളമൊക്കെ വെച്ചാണ് ഇവിടെ കൊണ്ടുവച്ച് നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ജീവിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതും നഷ്ടത്തിലാവും. പിന്നെ എന്ത് ചെയ്യാൻ. ഇന്നലെ കൊണ്ട് 4 ദിവസത്തേക്ക് കറണ്ട് ഇല്ല. TV എന്നുവെച്ചാൽ കറണ്ടേ ഇല്ല. അത് ആദ്യം അരമണിക്കൂർ പോയി, പിന്നെ 1 മണിക്കൂർ പോയി. എനൊക്കെ പിടിച്ച് കാശിന് കൊല്ല കുറവുണ്ടോ? അതല്ല കാശിന് വല്ല കുറവുണ്ടോ? സാധനങ്ങൾ അടയ്ക്കാൻ പോകുമ്പോൾ ഇന്നതുപോലെ വേണം. ബുദ്ധിമുട്ടല്ലേ. ഇന്നലെ 3/4 മണിക്കൂറിലധികം 2 പ്രാവശ്യമായിട്ട്. ഇന്നലെ രാത്രി 2 പ്രാവശ്യമായിട്ട് 3/4 മണിക്കൂർ പോയി. പിന്നെ ഇടയ്ക്ക് പകലൊക്കെ പോകണം നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. പകല മിക്കവാറും ഒന്നും ശ്രദ്ധിച്ചെന്ന് വരില്ല. പക്ഷേ രാത്രിയിൽ പോകുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട് അത് കൂടുതൽ തന്നെ. ലോകമൊട്ടാകെ അത്യാവശ്യത്തിന് എല്ലാവരും ഉപയോഗിക്കത്തക്ക സാധനമല്ലേ ഇത്. നമ്മൾ പൈസ അടച്ചിട്ട് പിന്നെ കൊച്ചു പിള്ളേർ പഠിക്കുന്ന വീടുകളിലൊക്കെ അവർക്ക് തേച്ച് നമ്മളൊക്കെയാണെങ്കിൽ കൈ കൊണ്ട് തേച്ചൊക്കെയാണ് എടുക്കുന്നത്. കൊച്ചു മക്കളൊക്കെ ഉള്ളിടത്ത് പലയിടത്തും പല രീതിയല്ലേ. ഒന്നും ചെയ്യാൻ പറ്റാത്ത ആരുടെ ഞങ്ങൾ പരാതി പറയാൻ ആരും കേൾക്കില്ല. പെൻഷനൊക്കെ തരാമെന്ന് പറയണല്ലാതെ ഒരു അനക്കവും ഇല്ല. അതെ, നൈറ്റ് ടൈം എല്ലാം കറണ്ട് പോകുമ്പോഴത്തേനും കുഞ്ഞ് നന്നായിട്ട് കരയും. ചൂട് കാരണം കുറച്ചും ടോളറേറ്റ് ചെയ്യത്തില്ല. ഭയങ്കര കഷ്ടമാണ്. 1 ടൈം അല്ല പോകുന്നത്, 2 ടൈംസ് 3 ടൈംസ് നൈറ്റ് ടൈംസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഭയങ്കര കഷ്ടമാണ്. മുന്നറിയിപ്പില്ലാതെ വരുന്ന ഇത് നമ്മളെ നന്നായി ബാധിക്കില്ലേ? അതെ, ബാധിക്കുന്നുണ്ട് നന്നായിട്ട്. എന്തെങ്കിലും മുൻപേ കുട്ടി പറഞ്ഞിരിക്കാം, ന്യൂസിൽ അവർക്ക് അപ്ഡേറ്റ് തന്നിരിക്കാമായിരുന്നു. ഇതിപ്പോ പറയുന്ന വൈദ്യുതി മന്ത്രി അടക്കം പറയുന്നത് പ്രതിസന്ധി ഉണ്ട്, അതുകൊണ്ട് നമ്മളോട് കുറച്ച് ഉപയോഗിക്കുമെന്നാ പറയുന്നത്. ഇത്രയും ഹോട്ടായിട്ടിരിക്കുമ്പോഴത്തേനും എങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് ടൈം പോലും ഫാൻ ഓഫ് ആകുമ്പോഴത്തേനും കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുക. ഞങ്ങളെ കൊണ്ട് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും? ബുദ്ധിമുട്ടാണ്. കാരണം ഞാനൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് റൺ ചെയ്യുന്ന ആളാണ്. മുന്നറിയിപ്പില്ലാതെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളുടെ യൂണിറ്റ് സ്റ്റോപ്പ് ആവും. മെഷീൻസിലെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ എല്ലാം റണ്ണിങ് സ്റ്റോപ്പായി ഒത്തിരി പ്രാവശ്യം ഞാൻ പിന്നെ അവിടെ വിഴിഞ്ഞം ഓഫീസിലേക്ക് വിളിച്ചിട്ടാണ് അവർ പറയാറുള്ളത്. ചിലപ്പം എന്തെങ്കിലും പവർ ഫെയിലിയറിന്റെ കാര്യം ബുദ്ധിമുട്ടാണ്. മുന്നറിയിപ്പില്ലാതെ കട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്.